ജയറാമും ഗിന്നസ് പക്രുവും കൂടെ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് ഈ ഗിന്നസ് പക്രു കുഞ്ഞോന്റെ മുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ, അതേപോലെയാണ് അനീഷ് അനിമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നത്. പാവം കപ്പടിക്കാൻ ശേഷിയുള്ള ഒരുത്തനായിരുന്നു. അനിമോളെ പ്രൊട്ടക്ട് ചെയ്ത് അനിമോള് കപ്പം കൊണ്ടുപോകും. അനീഷിന്റെ കയ്യിൽ നമ്മളുടെ ഒരു ഡബർ ബാൻഡ് കൊടുത്ത് അനീഷ് മാറിയിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തവും അനീഷ് അനിമോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. മെജോറിറ്റി പറയാനുള്ളത് അതുമാണ്. മൊത്തം അനിമോളാണ്. ഇപ്പൊ എപ്പോഴും നോക്കിയാലും അനിമോളാണ്. പിണങ്ങിയിരിക്കുന്നു, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഫുൾ അനിമോൾ. അപ്പോൾ നമ്മൾ അനിമോളുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡിന്റെ വിഷയങ്ങളിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ബിഗ് ബോസ് താല്പര്യമുള്ളവരും നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് വെച്ച് കൊടുത്തേരെ. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേ. കൂടുതൽ അടുപ്പിക്കില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ ഏത് കാര്യങ്ങളാണെന്ന് ഞാൻ പോകെ പറയാം. ആദ്യം ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഇവന്മാരൊരു പാട്ടിട്ട് റിച്ച് 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 എന്നൊക്കെ പറഞ്ഞ സാധനം, റിച്ച് റിച്ച് എന്ന് പറഞ്ഞ് പാട്ടിട്ടിട്ട് ഒരുമാതിരി പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെയാണ് ഇവന്മാർ പൈസ കൊടുക്കുന്നത്. 15,000 രൂപയുടെ ഒരു ടാസ്ക്, 10 രൂപയുടെ ഒരു ടാസ്ക്, മൊത്തം കൂടെ എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് 10,000 രൂപ, ഒരുത്തൻ 150 രൂപ അല്ലെങ്കിൽ 350 രൂപ വെച്ച് ചേർക്ക് 1,500. ഞാൻ റിച്ച് 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 നല്ല നല്ല റിച്ച് റിച്ച് ടാസ്ക് ആയിരുന്നു. ഇനി ഇപ്പോ ഒരു 2 ദിവസം കൊണ്ട് ബിഗ് ബോസ് കംപ്ലീറ്റ് ആയിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അനിമോളെ പിടിച്ച് കിച്ചണിലിട്ടു. അനിമോളെ കിച്ചണിലിട്ടപ്പോ ആ സ്വാഭാവികം അനിമോൾക്ക് ഒരു സംഭവം ഉണ്ട്. ഞാനാണോ കിച്ചണി, ഞാൻ വിളമ്പി തരും, ഞാൻ തരുന്നത് നീ എക്കങ്ങോട്ട് ഞണ്ണിയാ മതി, കൂടുതൽ കഥയൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അനിമോൾക്ക് തോന്നു കൊടുക്കും. അതായത് എല്ലാവർക്കും ചോറും പയറും കൊടുക്കുന്നു. അതിലാണ് പ്രശ്നം തുടങ്ങിയത് ഇന്നലെ ഈ വിഷയത്തില്. അപ്പോ നമ്മുടെ സാബുമാന് ചോറ് കൊടുത്തു. സാബുമാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ. സാബുമാൻ ഒരു മസിൽ ബിൽഡർ ആയതുകൊണ്ട് അവന് പയറ് കൂടുതലുണ്ടാവും, പ്രോട്ടീൻ വേണമല്ലോ, പ്രോട്ടീൻ. അപ്പോൾ ആ ചോറിന് അനുപാതികമായിട്ടുള്ള പയറ് തരും. ഇതാണ് സെറ്റപ്പ്. അതങ്ങനെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആവുമെന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ളവർക്കും അത്രയും പയർ എടുത്തു, ഇല്ല എക്സ്ട്രാ ചോറ് വന്നു. ആ ചോറ് കഴിക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി പയർ ഞാൻ മാറ്റി വെക്കുകയാണെന്നുള്ളതായിരുന്നു അനിമോളുടെ ന്യായം. ഈ ചോറെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ കഴിക്കാറില്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിനോട് കഴിക്കാറില്ലേ? അല്ലല്ല, ഈ ചോറ് പയറ് കൂട്ടി മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സാബുമാന് ഇത്രയും ചോറാണ് സാബുമാൻ എടുത്തത്, അപ്പൊ ഇത്രയും പയറേ കൊടുക്കൂ. ഇത്രയും ചോറ് സാബുമാൻ എടുത്താലേ ഇത്രയും പയറ് തരത്തുള്ളൂ. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ആ അടി തുടങ്ങിയത്. അത് 2 തരത്തിലും എടുക്കാം. ഒന്ന്, അനിമോള് പറയുന്നത് ശരിയാണെന്ന് എടുക്കുന്ന ഒരു വിഭാഗത്തിന് എടുക്കാം, കാരണം അതിന് ആനുപാതികമായിട്ടുള്ളത് കൊടുത്താൽ പോരെ, എന്തിനാ അനാവശ്യമായിട്ട് കൊടുക്കുന്നത്. 2, എല്ലാവർക്കും ഇത്രയും കൊടുക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇത്രയും എന്ന രീതിയിലും എടുക്കാം. അങ്ങനെ 2 രീതിയിലാണ് എടുത്തത്. എനിക്ക് രണ്ടാമത്തെ രീതിയാണ് തോന്നിയത്. എല്ലാവർക്കും അത്രയും പയർ അർഹതപ്പെട്ടിട്ടുണ്ട്, ഈക്വൽ റേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവന് ചോറ്, എനിക്ക് ചോറ് അത്രയും മതി, പക്ഷെ എനിക്ക് കറി എൻ്റെ റേഷൻ്റെ എത്ര വേണമെന്ന് പറയുമ്പോൾ അത്രയും കൊടുക്കാമായിരുന്നു. അപ്പൊ ചോറ് എക്സ്ട്രാ വന്നു. ചോറ് എക്സ്ട്രാ വന്നപ്പോഴത്തേനും അക്ബർ ഉണ്ടല്ലോ, അക്ബറിന്റെ ക്യാപ്റ്റൻസിയെ വളരെ മോശമായിട്ടും മ്ലേച്ഛകരമായിട്ടും അക്ബർ ആര്യൻ നെവിന്റെ ക്യാപ്റ്റൻസിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സമയത്ത് ഈ അനിമോള് ലാലേട്ടന് മുമ്പിലോട്ട്, ലാലേട്ട ദേ കണ്ട ചോർ, ഇവന്മാർ വെച്ചതിൽ ബാക്കി വന്ന ചോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അക്ബറിന് കിട്ടിയൊരു ചാൻസ് ആണ്. ചോർ എക്സ്ട്രാ വന്നു, അക്ബർ എടുത്തത് ദേ ചോർ, ഇവർ എക്സ്ട്രാ ചെയ്തപ്പോൾ വന്ന ചോർ എന്ന് പറഞ്ഞിട്ട് നടന്നു. പക്ഷെ 2 വ്യത്യാസമുണ്ട് കേട്ടോ. ഈ അക്ബറിന്റെ ഒക്കെ സമയത്ത് ഇട്ട ചോർ, മറ്റേ 3 ചോറുകൾ, 3 പട്ട ഗേൾസ്, പേട്ട് ഗേൾസ്, ആ 3 ഗേൾസ് അവര് ഞങ്ങൾക്ക് ചോറ് നീ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് വെച്ച് ബാലൻസ് വന്ന ചോറാണ് അത്. ഇത് പക്ഷെ അങ്ങനെയല്ല, മറ്റേ ആദ്യം ചോറിട്ടിട്ട് അമിതമായി വന്ന ചോറാണ്. അപ്പൊ ആ ചോറും ഈ ചോറും രണ്ടാണ്. മറ്റേ നിങ്ങൾ വേസ്റ്റ് ആക്കാൻ വേണ്ടി ഇട്ട ചോറ്, ഇത് വേസ്റ്റ് ആയിപ്പോയ ചോറ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അനിമോളെ എല്ലാവരും മുൾമുനയിൽ നിർത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാലും അനിമോൾ ഉടനെ എന്നാ പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നില്ല, നീ ഒക്കെ ഉണ്ടാക്കി കഴിക്കങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് അനിമോൾ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഈ എപ്പിസോഡ് തുടങ്ങിയിട്ട് എത്രാമത്തെ തവണയാണ് അനിമോളെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് അനിമോൾ ഇറങ്ങി പോകുന്നതെന്ന് അനിമോൾക്ക് പോയിട്ട് ബിഗ് ബോസിന്റെ ടീമിന് പോലും അറിയാൻ പാടില്ല. അനിമോൾ ഒന്ന് പറഞ്ഞ് 2-നും ഞാൻ ഇനിയില്ല, ഞാൻ പണി പോവാ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകും. അങ്ങനെ അനിമോളെ വേറെ ടീമിലിടുന്നു, ആ ടീമിൽ നിന്ന് മാറ്റിയിട്ടിട്ട് മറിച്ചിടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വീക്കിൽ എല്ലാവരും അക്ബറിനെയൊക്കെ ഒറ്റപ്പെടുത്തിയ പോലെ തന്നെ അനിമോളെ ഒറ്റപ്പെടുത്തി. ഇനി ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് വേണ്ടി അനിമോൾ ചെയ്ത ബ്രില്യന്റ് പ്ലാൻ ആണോ നമുക്കറിയത്തില്ല. അനിമോള് ഒറ്റപ്പെടുത്തിയപ്പോ ഈ ബ്രില്യന്റ് പ്ലാൻ പൊളിക്കാനെന്നോണം അനീഷ് എന്ത് പറഞ്ഞാലും അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ട്, അനിമോൾ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്കറിയണം, അനിമോൾ ചെയ്ത തെറ്റ് നിങ്ങൾ പറയൂ,
അനിമോൾ ചെയ്ത് ഒന്നും തെറ്റല്ലേ അനീഷ്? ഈ അനിമോക്കൊരു കനത്ത എതിരാളിയാണ് ഇത്രയും നാളത്തെ ഗെയിം വെച്ചിട്ട്. പക്ഷേ അനീഷിന് എവിടെയോ അനിമോക്കൊരു ക്രഷ് അടിച്ചു. ഈ ക്രഷിനെ അനിമോൾ മിക്കവാറും ജ്യൂസ് അടിച്ച് കുടിക്കും. അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കപ്പുണ്ടല്ലോ അനിമോളുടെ വീട്ടിൽ ഇരിക്കും. അനീഷ് അവിടെ മാറിയിരുന്ന് ഇരിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും അനീഷിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് എല്ലായിടത്തും ബാഹുബലിക്കകത്ത് ലവന്റെ തല വിട്ടുമല്ലോ, അതേപോലെ അനിമോളെ നിൽക്കുന്ന ഉടനെ ലവന്റെ ശിരസിറക്കണം വാളും കൊണ്ട് വന്ന് നിൽക്കുന്ന പോലെയാണ് അനിമോക്ക് എന്ത് വന്നാലും വന്ന് നിൽക്കുന്നത്. അനിമോക്ക് ഫുഡ് കൊടുക്കുന്നു, അനിമോക്ക് സപ്പോർട്ടിങ് വരുന്നു, അനിമോക്ക് വേണ്ടി സംസാരിക്കുന്നു, അനിമോക്ക് വേണ്ടി മീറ്റിംഗ് വിളിക്കുന്നു. അനിമോളുടെ ORM ചേട്ടാ മാറിക്കോ, നമ്മൾ വേണ്ട വേറെ PR എടുത്തിട്ടുണ്ട്. അനീഷാണ് ഇനി അനിമോളുടെ PR. അനീഷേട്ട ഹാൻഡിൽ ചെയ്തതും അനിമോളെ ജയിപ്പിക്കുന്നത് അനീഷേട്ടനെ ഏറ്റു. ഇനി നമുക്ക് ORM PR ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി മാറി നിന്നു. ഇതാണ് പ്രധാനമായിട്ട് നടന്ന ഒരു സംഭവം. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ആദില നൂറ ചേർന്നിട്ട് അനിമോളുമായിട്ട് അടിച്ച് പിരിഞ്ഞു ഗൈസ്. അവര് മാലു ചകട. ഈ ചകടക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനിമോളുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂട്ടുകാര് ഈങ്കുലാബ് സിന്ദാബാ നീ പറഞ്ഞത് ശരിയാണ് എന്ന് വിളിക്കണം. അതായത് ആദില നൂറയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ രഹസ്യമായിട്ട് മോളെ നീ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞില്ല, ഓയ് നീ ചെയ്ത് തെറ്റാ, ഓയ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ആദില നൂറ. ഈ ഒരിക്കലും ചേരാത്ത രണ്ടുപേരെ പിടിച്ചിട്ട് നമ്മൾ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ ഇരിക്കുമോ അതേപോലെയാണ് ഇവരുടെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഇവരൊരു കാര്യത്തിലും ചേരത്തില്ല, പക്ഷെ ഇവർ എന്തിനൊക്കെയോ വേണ്ടി ചേർന്ന് നിന്നു. ഇപ്പോൾ പല തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നാണ് അതിൽ പറയുന്നത്. അനീഷ് വളരെ മസ്മരികമായി ഇവരെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് അനീഷിന്റെ കയ്യിൽ 2 പ്ലാൻ ഉണ്ടാവാം, പക്ഷെ എന്ത് പ്ലാനാണെങ്കിലും അത് ചീറ്റിപ്പോട്ടോ. ഒന്ന്, ആത്മാർത്ഥമായിട്ട് എന്റെ ക്രഷിനെ ഇവരെല്ലാം ഒറ്റപ്പെടുത്തുന്നു, ഞാൻ പോയി കൂടെ നിൽക്കും, ഞാൻ പോടുന്നു എന്ന് പറഞ്ഞ് അനീഷ് പോയതാണോ എന്ന് അറിയത്തില്ല. അതോ ഇത് അവസാനിക്കാറായി, ദിവസങ്ങൾ അവസാനിക്കാറായി, ഗെയിം അവസാനിക്കാറായി, അനിമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിക്കുന്നു. ഒറ്റപ്പെട്ട് കഴിഞ്ഞ സഹതാപ വോട്ടോടൊപ്പം സോ ഒറ്റപ്പെടാൻ സമ്മതിക്കരുത്, ഞാൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് പോയി നിന്നതാണോ എന്നറിയില്ല. അപ്പോൾ അനീഷിന്റെ പഴയൊരു ആർജവ വീര്യം ചോർന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഫുൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. അനിമോക്ക് മറ്റേ പോമോഗ്രാനൈറ്റ്, എൻ്റെ പേര് മാതളം കൊണ്ടു കൊടുക്കുന്നു, അനിമോക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, അനിമോളെ എടുത്ത് തല വെച്ചാട്ടുന്നു. അവിടെയുള്ള എല്ലാവരും പറയുന്നു അനിമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിങ്കൻ അനീഷ് വരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ ആദില നൂറയുടെ ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞു തന്നത്. ആദില ഈ വിഷയം സംസാരിച്ച് തീർക്കാനായിട്ട് ആദിലൊരു തരത്തിൽ റെഡി ആകുമ്പോഴത്തേനും അനിമോൾ അനീഷ് പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി പിടിക്കില്ല, എൻ്റെ ORM ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവസാനം ആകുമ്പോഴത്തേനും ഒറ്റപ്പെടണമെന്ന്, ഞാൻ ഒറ്റപ്പെടാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അനിമോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. പിന്നെ ബോക്സ് എടുക്കേണ്ട ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ 8 സാധനത്തിന്റെ പേര് പെഡസ്റ്റൻ ആ 8 കമ്പ കുത്തി ഇവരുടെ ഓരോരുത്തരുടെ പടം ബോക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് എൻ്റെ ബോക്സ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ ബോക്സ് എടുത്ത് അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, ആ ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്. ഇതാണ് സംഭവം. അനീഷ് എന്ത് ചെയ്ത് അനിമോളുടെ അടുത്ത് കശത്തും പിടിച്ചോണ്ടിരുന്നു. അനിമോളെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അപ്പൊ അവിടെ എന്നെ പുറത്താക്കോ, എന്നാലും എന്റെ അനിമോളെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അനീഷ് അത് എടുത്ത് പിടിച്ചോണ്ടിരുന്നു. സാബുമാൻ അതിവിദഗ്ധമായി അനീഷിനെ ആദ്യം തന്നെ പുറത്താക്കി. അനീഷ് പുറത്ത് വന്ന് ഇരുന്നിട്ടാണ് ഓർത്തത്, ഈശ്വര അനിമോളെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നാട്ടുകാർ പുറത്ത് ചോദിക്കുള്ളൂ ഞാൻ എന്തുകൊണ്ട് ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെന്ന്. ഇറക്കിയൊക്കെ ഒരു നാടകം. എൻ്റെ കൂടെ നിൽക്കുന്നവരെ എൻ്റെ ജീവൻ പോയാലും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതിപ്പോൾ ഷാനവാസ് ആയിരുന്നാലും ഞാൻ പ്രൊട്ടക്ട് ചെയ്തതിന് അനിമോൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടുണ്ട് അനിമോളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തെന്നൊക്കെ പറയുന്നു. എൻ്റെ പൊന്നളിയെ ഷാനവാസിനെ പോലെ അല്ല അനിമോള്. ഷാനവാസ് തന്നെ പുറകിൽ നിന്ന് കുത്തൂല, ഇതുവരെ കുത്തി കണ്ടിട്ടില്ല, നൈസിനൊന്ന് തട്ടിയിട്ട് പോയിട്ടേ ഉള്ളൂ. പക്ഷെ അനിമോൾ അങ്ങനല്ല, പുറകിൽ നിന്ന് കുത്തി ആ കത്തി ഫ്രണ്ടിൽ കൂടെ വലിച്ചൂരി അതേ കത്തി തന്നെ വീണ്ടും കുത്തി ഇപ്പുറത്തൂടെ വലിച്ചിറക്കുന്ന ടീമാണ് അനിമോള്. പുള്ളിക്കാരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവിടെ പാല് പിരിഞ്ഞ് കേടായൊരു സെറ്റപ്പിനകത്ത് ആ പാല് പിരിഞ്ഞ് കേടായതാണെന്ന് അറിഞ്ഞിട്ടും ആ വൃത്തികേട് മുളകും ഞെരടിയിട്ട് തന്നെ കൊണ്ട് കുടിപ്പിച്ചവളാണ് അനിമോൾ. സപ്പോർട്ട് ചെയ്തു നല്ലതാ. ഞാൻ വീണ്ടും പറയുന്നു, ഈ അനീഷ് എന്ന് പറയുന്ന ആള് കപ്പടിക്കാൻ കേപ്പബിൾ ആയിട്ട് ഒരാളായിരുന്നു. അനിമോളുടെ പുറകെ നടന്ന് അത് കളയാതിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് 2 ആഴ്ച കൊണ്ടുള്ളൂ മലയാളം ബിഗ് ബോസ്. അപ്പോൾ മലയാളം ബിഗ് ബോസ് കാണുന്ന മാന്യരായ പ്രേക്ഷകർ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൃത്യമായി വോട്ടുകളായിട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് വോട്ടായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കണ്ട PR ORM കയറി കളിച്ച് അനിമോളോ അക്ബറോ കപ്പ് കൊണ്ടുപോകും.
അവര് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് കൊടുത്തു. അവരെ അല്ല മറ്റേ ഇപ്പൊ സബുമനെ ഇഷ്ടപ്പെടുന്നവർ സബുമന് കൊടുക്കൂ, അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അനീഷിന് കൊടുക്കൂ, ആദിലേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആദിലേക്ക് കൊടുക്കൂ, നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നൂറയ്ക്ക് കൊടുക്കൂ, അക്ബറിന് കൊടുക്കൂ, നെവിന് കൊടുക്കൂ, എല്ലാവർക്കും വാരിപ്പറക്കി കൊടുക്കം കിട്ടുക. നമ്മുടെ ഇത് വേണം ജയിക്കാൻ. കണ്ട പി ആറുകാരന്റെ സുനാപ്പിയിലല്ല ജയിക്കണ്ടേ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തൂ. ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളതും കമന്റുകളിൽ ഇട്ടു. മറ്റൊരു ശരിയായിട്ട് കാണുന്നവരെ ബൈ.